മുനമ്പം വിഷയത്തിൽ യു.ഡി.എഫിൽ ഭിന്നത വ്യക്തമാവുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശന്റെ നിലപാടല്ല മുസ്ലിം ലീഗിന്. സ്ഥലം വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. പാണക്കാട് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇതോടെ മുനമ്പത്ത് മുന്നണിക്കുണ്ടായിരുന്ന രാഷ്ട്രീയ മേൽക്കൈ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ, ഈ ചോദ്യത്തെ നേരിടാതെയായിരുന്നു ഇതുവരെ യു.ഡി.എഫിന്റെ തന്ത്രപരമായ നീക്കം. പകരം തർക്കപരിഹാരത്തിന് ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണെന്ന് വാദിച്ചു. ഉപതെരഞ്ഞെടുപ്പിനിടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ലീഗ് നേതൃത്വം മുന്നിട്ടിറങ്ങി. ക്രിസ്ത്യൻ മതനേതാക്കളെ അടക്കം കണ്ട ലീഗ് നേതാക്കൾ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന ചോദ്യത്തെ തന്ത്രപൂർവ്വം ഒഴിവാക്കി. മുനമ്പത്തിൽ സർക്കാരിനെ പഴിചാരി യു.ഡി.എഫ് ഇതുവരെ നടത്തിവന്ന നീക്കം കീഴ്മേൽ മറിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ മുനമ്പം സന്ദർശനത്തോടെയാണ്. വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത്. ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല. ഒന്ന് അത് തന്നെ, അത് വഖഫല്ല. വഖഫ് ഭൂമിക്ക് വേണ്ടി വാദിക്കുന്ന തീവ്ര നിലപാടുകളെ അനുനയിപ്പിച്ചു നിന്നിരുന്ന ലീഗ് അണികളെ വി.ഡി. സതീശന്റെ നീക്കം അമ്പരപ്പിച്ചു. ഇതോടെ നിലപാട് കടുപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതാക്കളെത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ലീഗ് നേതാക്കൾ പരസ്യ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം മാത്രമല്ലെന്നേ, നമ്മൾ ആരാണോ ഞങ്ങളുടെ നിലപാടിലാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുകെട്ടുമില്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാന്നുള്ളത്. മുന്നണി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കരുതെന്ന് കെ.എം. ഷാജിക്ക് ഇന്നലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഷാജി വഖഫ് വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുന്നു. അവിടുന്ന് സതീശനെ തള്ളി ഷാജി, ഷാജിനെ തള്ളി സതീശൻ എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. സത്യസന്ധതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഭൂമി വഖഫ് ഭൂമിയാണ്, അല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ. പ്രതിപക്ഷ നേതാവിനെ ലീഗ് നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുന്നുവെന്നതാണ് നിലവിലെ സാഹചര്യം. മുന്നണിക്കുള്ളിലെ കടുത്ത പ്രതിസന്ധിയിൽ ലീഗ് അധ്യക്ഷന് കൃത്യമായ മറുപടിയില്ല. ലീഗിന്റെ അത് ഓരോ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന് തന്നെയാണെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് അവ്യക്തതയില്ലെന്ന് കെ. മുരളീധരൻ വാദിക്കുന്നു. അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല. അക്കാര്യത്തിൽ യു.ഡി.എഫും പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാണ്. എങ്കിലും മുനമ്പം തർക്കത്തിൽ യു.ഡി.എഫിന് കിട്ടിയ രാഷ്ട്രീയ മേൽക്കൈ ഇല്ലാതാവുകയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ചാടിക്കയറി പറഞ്ഞ വി.ഡി. സതീശൻ ഇനി എന്തു പറയും? പന്ത് പ്രതിപക്ഷ നേതാവിന്റെ കോർട്ടിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.